രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നാരായണീയമാണ്, 5ാമത്തെ ദശകമാണ്, അവസാനത്തെ ശ്ലോകം 10ാമത്തെ ശ്ലോകമാണിന്ന്. 5ാം ദശകത്തിലെ അവസാനത്തെ ശ്ലോകമാണ്, 10ാമത്തെ ശ്ലോകമാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ കാണണമെന്നുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. പ്ലേലിസ്റ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് എല്ലാ തിങ്കളാഴ്ചയും രാവിലെ ഉച്ചയ്ക്ക് 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടുന്നതാണ്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് കൃഷ്ണൻ്റെ കാമുകിയായ രാധയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ അതൊരു സീരിയൽ പോലെ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പം തന്നെ അത് നിരവധി റിസർച്ച് നടത്തിയാണ് അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ തന്നെ അത് 125 എപ്പിസോഡ് പിന്നിട്ടു. നിങ്ങൾ 125 തൊട്ട് കേൾക്കുക, സമയം കിട്ടുമ്പോൾ ഒന്നേന്ന് കേൾക്കുക. എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയുടെ ക്ലാസ് ഉണ്ടായിരിക്കും. എല്ലാ വെള്ളിയാഴ്ചയും മോക്ഷം കിട്ടുന്നവർക്ക് വേണ്ടി ധർമ്മപദത്തിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ഇതുകൂടാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. ചേർന്ന് പഠിക്കണമെന്നുള്ളവർക്ക് ഞാൻ കൊല്ലത്താണ്, ഇവിടെ വന്ന് ചേർന്ന് പഠിക്കാം. നിങ്ങൾക്ക് ദൂരെ ഉള്ളവർക്ക് ഇവിടെ താമസ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അതേ കണക്ക് തന്നെ നമുക്ക് ജ്യോതിഷപരമായ കാര്യങ്ങൾക്ക് ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ 9645333999 ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്നെ വിളിച്ചാൽ മതി. പിന്നെ പ്ലേലിസ്റ്റിൽ നിന്ന് അഷ്ടാവക്ര ഗീത കേൾക്കണം. പ്ലേലിസ്റ്റിൽ ഞാൻ ക്ഷേത്രങ്ങളിൽ പോകുന്നവർക്ക് വേണ്ടി ടെമ്പിൾസ് എന്ന ഹെഡിങ്ങിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അത് കേൾക്കണം നിങ്ങൾ. അതേ കണക്ക് തന്നെ പിന്നെ രാധയുടെ പ്രണയത്തിൽ തന്നെ രാധാ സഹസ്രനാമം ഒരു പദം ജപിച്ചാൽ എന്നത് കേൾക്കണം. രാധയെ പൂജിച്ചാൽ എന്ന വീഡിയോ നിങ്ങൾ കേൾക്കണം. രാധാ കവചൻ 2 ഉണ്ട്. ഒന്ന് ശിവൻ പാർവതി ദേവിയോട് പറഞ്ഞതാണ്. ഈ 2 രാധാ കവചവും ചൊല്ലുമ്പോഴേ പൂർണ്ണ ഫലം കിട്ടൂ. ആ 2 രാധാ കവചവും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ നിങ്ങളുടെ പ്രിയങ്കരിയായ കൃഷ്ണപ്രിയ അത് പാടി അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾ കേൾക്കുക. അപ്പോൾ നമുക്ക് പിന്നെ ജനറൽ എന്ന ഐറ്റത്തിൽ ഒരുപാട് ചെറിയ കാര്യങ്ങൾ ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന ഹെഡിങ്ങിൽ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതൊക്കെ കാണുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം
ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായൈ സ്വാഹ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ബർസാരെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണി കി ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്നു മാതാവ് രാധാറാണി കി ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്നു രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി നൽകുന്ന എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പം നമുക്ക് ഇന്നത്തെ നാരായണീയം നമുക്ക് പാടിത്തരികയാണ്. അതിമനോഹരമായിട്ട് നമ്മുടെ കൃഷ്ണപ്രിയ അത് പാടിയിട്ടുണ്ട്. അപ്പം കൃഷ്ണപ്രിയ പാടുന്നത് നിങ്ങൾ കേട്ടുകൊള്ളൂ. അതിനുശേഷം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതാണ്. അണ്ഡം തൽ ഖലു പൂർവസൃഷ്ടസലിലേ തിഷ്ഠൽ സഹസ്രം സമാനിർഭിന്നന്തകൃതാശ്ചതുർദശ ജഗദ്രൂപം വിരാടാഹ്വയം സാഹസ്രൈകരപാദമൂർധനിവഹൈർനിശേഷജീവാത്മകോ നിർഭതോऽസി മരുൽപുരാധിപ സമാം ത്രായസ്വ സർവാമയാ. അപ്പോൾ നമ്മുടെ കൃഷ്ണപ്രിയ പാടിയത് നിങ്ങൾ കേട്ടല്ലോ. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കുക, ഉപനിഷത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഹിന്ദുക്കളിൽ ഉപനിഷത്ത് എന്ന് പറയുന്നത്. ആ ഉപനിഷത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കഠോപനിഷത്ത്. സാക്ഷാൽ നചികേതസ് യമന്റെ അടുക്കൽ ചെന്ന് മരണത്തിൻ്റെ രഹസ്യങ്ങൾ എന്താണെന്ന് കണ്ടെത്തി മരണത്തെ, മരിച്ചു കഴിഞ്ഞുള്ള ജീവിതത്തെ ഇങ്ങനെ തലനാരിഴ കീറി പരിശോധിക്കുന്ന ഒരു ഉപനിഷത്ത് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ലോകത്ത് ഒരു ഭാഷയിലും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. കഠോപനിഷത്ത് നിങ്ങൾ കേൾക്കണം, കേട്ടിരിക്കണം. മഹാപുണ്യമാണ്. പലരുടെയും സ്നേഹപൂർണമായ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ അധികം താമസിയാതെ കഠോപനിഷത്തിൻ്റെ ക്ലാസ് ആരംഭിക്കുന്നതാണ്. അതോടെ നമുക്ക് മരണഭയം എന്നത് ഇല്ലാതായി മാറും. പ്രപഞ്ചത്തിലെ ഏറ്റവും നല്ല പുസ്തകം ഏതെന്ന് ചോദിച്ചാൽ കഠോപനിഷത്താണ്. അതിനപ്പുറം ഒരു പുസ്തകമില്ല. കാരണം ബാക്കി ഒന്നിലും മരിച്ചു കഴിഞ്ഞെന്ത് എന്ന നമ്മുടെ സംശയത്തെ കൃത്യമായി ഉത്തരം നൽകുന്നത് കഠോപനിഷത്തല്ലാതെ വേറൊന്നുമില്ല. ബാക്കി എല്ലാ പുസ്തകത്തിലും വളച്ചും ഒടിച്ചുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ ഉപനിഷത്തിലാണത് കൃത്യമായിട്ട് പറയുന്നത്. അപ്പം നമ്മൾ ഉപനിഷത്തുക്കളുടെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അപ്പം ഉടൻ ഞാൻ തീയതി അറിയിക്കുന്നതാണ്. കേട്ടോളൂ. അണ്ഡം തത്ഖലു പൂർവസൃഷ്ടസലിലേ അധിഷ്ഠത് സഹസ്രം സമ നിർഭിന്ദന്ന കൃതാചതുർദശ ജഗദ്രൂപം വിരാടാഹ്വയം സാഹസ്രൈക കരപാദമൂർധനിവഹൈർനിശേഷ ജീവാത്മകോ നിർബാധോ അസി മരുത്പുരാദിവസ മാം ത്രായസ്വ സർവാമയാത്. അർത്ഥം എഴുതിക്കോ. അണ്ഡം തത് സമമിട്ടിട്ട് ആ അണ്ഡം, ആ അണ്ഡം. അണ്ഡം എന്ന് പറഞ്ഞാൽ മുട്ടയുടെ ആകൃതിയിലുള്ള, നമ്മൾ മുകളിലേക്ക് ചെന്ന് താഴേക്ക് നോക്കിയാൽ ഏതാണ്ട് ഒരു മുട്ടയുടെ ആകൃതിയിലാണ് ഈ അണ്ഡങ്ങൾ കാണുന്നത്. അണ്ഡത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എങ്ങനെയാണ്? മുട്ട. ആ അണ്ഡം കലു ആകട്ടെ, അണ്ഡം തത്കലു ആ അണ്ഡമാകട്ടെ. അങ്ങനെ എഴുതണം. ആദ്യം അണ്ഡം എന്നെഴുതിയിട്ട് അണ്ഡം തത് എന്നെഴുതിയിട്ട് സമം ആ അണ്ഡം. രണ്ടാമത് കലു സമം ആകട്ടെ. അടുത്തത് അണ്ഡം തത്കലു ആ അണ്ഡം ആകട്ടെ. പൂർവസൃഷ്ട അർത്ഥം ആദ്യം സൃഷ്ടിക്കപ്പെട്ട, അങ്ങനെ എഴുതി വെക്കണം. ആദ്യം സൃഷ്ടിക്കപ്പെട്ട. സലിലേ, സലിലേ ജലത്തിൽ, സലിലേ ജലത്തിൽ. ഇവിടെ കാരണജലത്തിൽ എന്ന് വേണമെങ്കിൽ എഴുതിക്കുള്ളൂ. അതെന്താന്ന് പറഞ്ഞുതരാം. ആദ്യം സൃഷ്ടിക്കപ്പെട്ട പ്രളയജലം, സലിലേ ജലത്തിൽ.
അധിഷ്ഠത് സ്ഥിതി ചെയ്തു, അധിഷ്ഠത് സ്ഥിതി ചെയ്തു. സഹസ്രം സമാ 1000 സംവത്സരം, 1000 സംവത്സരം. നിർബിന്ധൻ, നിർബിന്ധൻ ഭേദിച്ചുകൊണ്ട്, മുറിച്ചുകൊണ്ട്, ഭേദിക്കുക അല്ലെങ്കിൽ മുറിക്കുക. കൃതാചതുർദശ ജഗദ്രൂപം, കൃതാചതുർദശ 14 ലോകങ്ങളുള്ള ജഗത് രൂപം, ജഗത്തിൻ്റെ രൂപം. അപ്പൊ നിങ്ങൾ എഴുതണം കൃതാചതുർദശ ജഗദ്രൂപം, അർത്ഥം 14 ലോകങ്ങളുള്ള ജഗത്തിൻ്റെ രൂപത്തിൽ. വിരാടാഹ്വയം, അർത്ഥം എഴുത് വിരാട് എന്ന പേരുള്ളതാക്കി തീർത്തു. വിരാടാഹ്വയം, വിരാട് എന്ന പേരുള്ളതാക്കി തീർത്തു. സാഹസ്രൈ, സാഹസ്രൈ ആയിരക്കണക്കിന്, സാഹസ്രൈ ആയിരക്കണക്കിന്. അടുത്തത് കരപാദ, അർത്ഥം കരങ്ങളും പാദങ്ങളും, കരങ്ങളും പാദങ്ങളും. മൂർധ നിവഹൈ, മൂർധ നിവഹൈ, അർത്ഥം തലകളുമുള്ളവനായി. മൂർധ നിരഹൈ, ശിരസ്സുകള് അല്ലെങ്കിൽ തലകളും ഏതാണ് ഉള്ളവൻ ആയിട്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങളിത് എഴുതിയല്ലോ. ഇനി അടുത്തത് ശ്രദ്ധിച്ചു കേട്ടോളൂ. നിശേഷ ജീവാത്മക, അർത്ഥം സകല ജീവ സമൂഹങ്ങളോടും കൂടിയത്, സകല ജീവ സമൂഹങ്ങളോടും കൂടിയത്. നിർഭദോ അസി, അർത്ഥം നിൻ തിരുവടി പ്രകാശിക്കുന്നു. നിർഭദോ അസി, നിൻ തിരുവടി പ്രകാശിക്കുന്നു. മരുത്പുരാധിപ, അർത്ഥം ഗുരുവായൂരപ്പ. സ മാം, അങ്ങനെ എന്നെ, അങ്ങനെ എന്നെ. ത്രായസ്വ, ത്രായസ്വ രക്ഷിച്ചാലും, രക്ഷിച്ചാലും. സർവാമയത്, എല്ലാ രോഗങ്ങളിൽ നിന്നും, സർവാമയത് എല്ലാ രോഗങ്ങളിൽ നിന്നും. അപ്പോൾ ഇനി പറയുകയാണ് ആ അണ്ഡം, അതായത് കോസ്മിക് എഗ്, ആ അണ്ഡം ഏതെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. 1-ാം വരി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ പറയാം. ആ അണ്ഡം ഇതിൽ നിന്നാണ്, അതായത് ഈ കോസ്മിക് എഗ്ഗിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. ഈ കോസ്മിക് എഗ്ഗ് എന്ന് നമ്മൾ ശാസ്ത്രം വിളിക്കുന്നതിനെയാണ് ഇവിടെ ആ അണ്ഡം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ബ്രഹ്മാണ്ഡം ഇത് നേരത്തെ സൃഷ്ടിച്ച ജലത്തിൽ 1000 സംവത്സരം സ്ഥിതി ചെയ്യുന്നു. നമുക്കറിയാം പ്രളയം വരും, മഹാപ്രളയം വന്നെല്ലാം തീരുന്നു. ആ ജലത്തിൽ 1000 സംവത്സരം ഈ അണ്ഡം ഇങ്ങനെ കിടക്കും. അതിനുശേഷം ശ്രീകൃഷ്ണ ഭഗവാൻ അതിനെ മുറിച്ച്, അതായത് അതിനെ പൊട്ടിച്ച് 14 ലോകങ്ങൾക്ക് രൂപമായതും ആ രൂപം വിരാട് എന്നറിയപ്പെടുന്നു. അങ്ങനെ വിരാട് എന്നറിയപ്പെടുന്നതുമായ ശരീരത്തെ ഉണ്ടാക്കി. അപ്പോൾ ഓർമ്മിക്കുക, ഭഗവാൻ പഞ്ചഭൂതങ്ങളെയും ഇന്ദ്രിയഗണങ്ങളെയും ചേർത്തുകൊണ്ട് അവരെ യോജിപ്പിച്ച് തൻ്റെ ശക്തി അതിനകത്തേക്ക് വിട്ട് സ്വർണമയമായ അണ്ഡം സൃഷ്ടിച്ചു എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഈ അണ്ഡം എന്ത് ചെയ്യുന്നു? പ്രളയ ജലത്തിൽ അങ്ങനെ 1000 സംവത്സരം കിടക്കും. 1000 സംവത്സരം കഴിയുമ്പോൾ ഭഗവാൻ അതിനെ പൊട്ടിക്കും. പൊട്ടിച്ചിട്ട് 14 ലോകങ്ങൾ രൂപമായതും വിരാട് എന്നറിയപ്പെടുന്നതുമായ ശരീരത്തെ ഉണ്ടാക്കി. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത കൈകൾ, എണ്ണിയാലൊടുങ്ങാത്ത ശിരസ്സുകൾ, എണ്ണിയാലൊടുങ്ങാത്ത മറ്റ് അവയവങ്ങളുമുള്ളതും സകല ജീവജാലങ്ങളെ ഉൾക്കൊള്ളുന്നതുമായ ഒരു രൂപം ഭഗവാൻ സ്വീകരിച്ചു. ആ രൂപത്തിനെയാണ് ഭഗവാന്റെ വിരാട് രൂപം എന്ന് പറയുന്നത്. അപ്പൊ ഈ അണ്ഡം ഭഗവാൻ ഭേദിക്കുകയും 14 ലോകങ്ങളുള്ള 14 ലോകങ്ങളും രൂപമയമായ ശരീരം, അനേകം ശിരസ്സുകൾ, എണ്ണിയാൽ ഒടുങ്ങാത്തത്ര കൈകൾ, എണ്ണിയാൽ ഒടുങ്ങാത്തത്ര കാലുകൾ, എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ര മറ്റ് ശരീരഭാഗങ്ങൾ, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു രൂപം സ്വീകരിച്ചു. അതിനെ വിരാട് രൂപമെന്ന് പറയുന്നു. അങ്ങനെ പ്രളയജലത്തിൽ കിടന്ന അണ്ഡത്തെ മുറിച്ച് വിരാട് രൂപം സ്വീകരിച്ച അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ, എല്ലാ രോഗങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണേ. അപ്പൊ ഇതിന്റെ മൊത്തത്തിലുള്ള അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഭഗവാൻ സ്വർണമയമായ അണ്ഡം സൃഷ്ടിച്ചു.
ഇന്ദ്രിയങ്ങളെയും പഞ്ചഭൂതങ്ങളെയും കൂട്ടിച്ചേർത്താണ് സൃഷ്ടിച്ചത്. എന്നിട്ട് 1000 സംവത്സരം അത് ജലത്തിൽ കിടന്നു. 1000 സംവത്സരം കഴിഞ്ഞപ്പോൾ ഭഗവാൻ അത് പൊട്ടിച്ചിട്ട് ഒരു ശരീരമുണ്ടാക്കി. അതിൽ 14 ലോകങ്ങളും ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. നിരവധി ശിരസ്സുകള്, നിരവധി കൈകള്, നിരവധി കാലുകള്, എണ്ണിയാലൊടുങ്ങാത്ത അവയവങ്ങള്. ഈ ഭഗവാൻ ഇങ്ങനെ സ്വീകരിച്ച ശരീരത്തെ വിരാട് രൂപമെന്ന് പറയുന്നു. അങ്ങനെ വിരാട് രൂപം സ്വീകരിച്ച ഭഗവാനെ, ശ്രീകൃഷ്ണ, എന്നെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണേ എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു. ഇവിടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന രാധേ രാധേ ചാനലിലെ ഓരോ പ്രേക്ഷകരും അതുപോലെ പറയണം, ഭഗവാനേ, അങ്ങനെ അണ്ഡം പിളർന്ന് 14 ലോകങ്ങളും സകല ജീവജാലങ്ങളും ഉൾക്കൊള്ളുന്ന നിരവധി ശിരസ്സുകളും കൈകളും മറ്റ് അവയവങ്ങളും ഉൾക്കൊള്ളുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ, വിരാട് രൂപം സ്വീകരിച്ച ഭഗവാനെ. എന്നിട്ട് ഓരോ വ്യക്തിയും പറയണം, എൻ്റെ രോഗം മാറ്റിത്തരണേ, എൻ്റെ രോഗം മാറ്റിത്തരണേ എന്ന് ഓരോ വ്യക്തിയും പറയണം. നിശ്ചയം ഭഗവാൻ ശ്രീകൃഷ്ണനത് മാറ്റിത്തരും. ഇനി നമുക്ക് 1ാമത്തെ വരിയിലേക്ക് കടക്കാം. അണ്ഡം തത്കലു പൂർവസൃഷ്ടസലിലേ അധിഷ്ഠിത് സഹസ്രം സമാ. അണ്ഡം തത്, ആ അണ്ഡം, ഖലു ആകട്ടെ. അപ്പൊ അണ്ഡം തത് ഖലു, ആ അണ്ഡമാകട്ടെ. എന്താ പറയുന്നത്? പൂർവസൃഷ്ട, നേരത്തെ സൃഷ്ടിച്ച, സലിലേ ജലത്തിൽ, അധിഷ്ഠത് സ്ഥിതി ചെയ്യുന്നു, സഹസ്രം സമ, ആ 1000കണക്കിന് വർഷങ്ങൾ അല്ലേ, 1000 സംവത്സരം സ്ഥിതി ചെയ്തു. അതായത് 1ാമത്തെ വരി ഞാൻ പറഞ്ഞു തരാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു പഞ്ചഭൂതങ്ങളും ഇന്ദ്രിയ ഗണങ്ങളും ഇല്ലേ, പഞ്ചഭൂതങ്ങളും ഇന്ദ്രിയ ഗണങ്ങളും എല്ലാം ഈ ഭൂലോകത്തിൻ്റെ അണ്ഡനിർമ്മാണത്തിന് ശക്തരായില്ല. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചതാണ്, പഞ്ചഭൂതങ്ങളും ഇന്ദ്രിയ ഗണങ്ങളും എത്ര ശ്രമിച്ചിട്ടും ഈ ഭുവനാണ്ഡം, ഈ ഹിരൺമയമായ അണ്ഡം അവർക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ നിർമ്മിക്കാൻ കഴിയാതെ വന്നപ്പോൾ പഞ്ചഭൂതങ്ങളുടെയും ഇന്ദ്രിയ ഗണങ്ങളുടെയും ദേവതമാര് ഭഗവാൻ ശ്രീകൃഷ്ണനെ സ്തുതിക്കാൻ തുടങ്ങി. അപ്പൊ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ ശക്തിയെ ഇതിലേക്ക് പ്രവേശിപ്പിച്ച് ഈ പഞ്ചഭൂതങ്ങളെയും, അതായത് പൃഥ്വ്യതേജോ വായുവാകാശങ്ങളെയും ഇന്ദ്രിയങ്ങളെയും കൂട്ടിച്ചേർത്തു. ഇവ പല സ്ഥലത്ത് ചെതറിക്കിടന്നതാണ്. അതിനെ കൂട്ടിച്ചേർത്ത് സ്വർണമയമായ ഒരണ്ഡത്തെ നിർമ്മിച്ചു. ഈ അണ്ഡം പ്രളയജലത്തില് 1000 സംവത്സരം സ്ഥിതി ചെയ്തു എന്നാണ് 1ാമത്തെ വരിയിൽ പറയുന്നത്. അപ്പോൾ 1ാമത്തെ വരി മനസ്സിലായല്ലോ. അതായത് പിന്നെ ഈ ലോകത്ത് ഇന്ദ്രിയങ്ങള്, പഞ്ചഭൂതങ്ങള് അവ ചിതറിക്കിടക്കുകയായിരുന്നു. അവരെത്ര ശ്രമിച്ചിട്ടും ഭുവനാണ്ഡം, ഈ ഭൂലോക അണ്ഡം നിർമ്മിക്കാൻ പറ്റിയില്ല. അപ്പൊ അവരുടെ ദേവതകൾ ശ്രീകൃഷ്ണ ഭഗവാനെ സ്തുതിച്ചു. ഭഗവാൻ എന്ത് ചെയ്തു? തൻ്റെ ശക്തി ഇതിലേക്ക് പ്രവേശിപ്പിച്ച് ഇവരെ എല്ലാം കൂട്ടിച്ചേർത്തിട്ട് സ്വർണമയമായ അണ്ഡം നിർമ്മിച്ചു. ഈ അണ്ഡം 1000 വർഷം വെള്ളത്തിൽ തന്നെ കിടന്നു എന്നാണ് 1ാമത്തെ വരിയിൽ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി നിങ്ങൾ വിചാരിക്കും, എന്തിനാണ് വെള്ളത്തിനകത്ത് ഈ 1000 വർഷം ഇട്ടേക്കുന്നത്? നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ ഞാനൊരു ഉദാഹരണം പറയാം. ആ ഉദാഹരണവും ഭഗവാന്റെ ഇതുമായിട്ടൊന്നും താരതമ്യപ്പെടുത്തി കളയില്ലേ, അങ്ങനെയല്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ ഞാൻ പറഞ്ഞു തരാം. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഈ അണ്ഡം എന്തിനാണ് ഇങ്ങനെ വെള്ളത്തിൽ ഇട്ടിരിക്കുന്നത്? വെള്ളത്തിൽ ഇടുന്നതിൻ്റെ എന്താണ് അതിൻ്റെ അർത്ഥം? ഞാൻ പറഞ്ഞു തരാം. നമ്മൾ കണ്ടിട്ടില്ലേ, കൊതുകുൾപ്പെടെ പല ജീവികളും വെള്ളത്തിലല്ലേ മുട്ടയിടുന്നത്? ആ വെള്ളത്തിൽ കിടന്നല്ലേ അത് വിരിഞ്ഞ് ജീവികളാകുന്നത്? അതൊക്കെ വേറെ എവിടെയും അല്ലല്ലോ. അപ്പൊ ചില കാര്യങ്ങള് ജലത്തിൽ മുട്ടയിട്ടാൽ ജലത്തിൽ കിടന്നുകൊണ്ട് ആ മുട്ട വിരിഞ്ഞ് അതിൻ്റെ കുഞ്ഞുങ്ങളുണ്ടാകും. അതിപ്പോ ഒരു ശാസ്ത്രീയ വശമാണ്. ഇത് തന്നെയാണ്, ഇതിൻ്റെ വലിയ രൂപമാണ് ഏതെന്ന് പറയുന്നത് ഭഗവാൻ ചെയ്തത്. ഈ ഭുവനാണ്ഡത്തെയും ഇപ്പൊ നമ്മൾ കൊതുകുകളും മറ്റും വെള്ളത്തിൽ മുട്ടയിട്ട് ആ മുട്ട വിരിയിക്കുന്നു. അതുപോലെ എന്ന് പറഞ്ഞാൽ കൊതുകുകളുമായി താരതമ്യം ചെയ്തെന്ന് പറയല്ലേ, നിങ്ങൾക്ക് മനസ്സിലാകാൻ. അതുപോലെ ഈ ഭുവനാണ്ഡം 1000 സംവത്സരം
ഭഗവാൻ ജലത്തിൽ അങ്ങനെ ഇട്ടിരുന്നു. ആ ഇട്ടിരുന്നത് എന്തിനു വേണ്ടിയാണ്? അത് ഭേദിച്ച്, അതായത് ജലത്തിൽ ഒരു ജീവി മുട്ടയിടുമ്പോൾ ആ മുട്ട കുറെ നാൾ കഴിഞ്ഞ് പൊട്ടി അതിൻ്റെ കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നത് പോലെ ഭഗവാൻ ഈ സ്വർണ്ണമയമായ അണ്ഡം ജലത്തിലിടുകയും ആ ജലത്തിൽ 1000 സംവത്സരം കിടക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനുശേഷമാണ് അത് ഭേദിച്ച് അതിൽ നിന്ന് ജീവജാലങ്ങൾ ഉണ്ടാകുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ വരിയിലേക്ക് വരാം. നോക്കിക്കോളണേ, അത് ഇച്ചിരി പ്രാധാന്യമുള്ളതാണ്. നിർബിന്ധന്ന കൃതാ ചതുർദശ. ഒന്നും കൂടെ നോക്കിക്കോ. നിർബിന്ധന്ന കൃതാ ചതുർദശ ജഗദ്രൂപം വിരാടാഹ്വയം. നിർബിന്ധൻ എന്ന് പറഞ്ഞാൽ ആ അണ്ഡത്തെ മുറിച്ചുകൊണ്ട് ഭേദിച്ചുകൊണ്ട് കൃതാ ചതുർദശ. കൃതാ ചതുർദശ എന്ന് പറഞ്ഞാൽ 14 ലോകങ്ങളും ജഗദ്രൂപം 14 ലോകങ്ങളുള്ള ഈ ജഗത്തിൻ്റെ രൂപത്തിൽ വിരാടാഹ്വയം വിരാട് എന്ന് പേരുള്ളതാക്കി തീർത്തു. അതായത് അങ്ങനെ പ്രളയജലത്തിൽ ഭഗവാൻ സൃഷ്ടിച്ച ആ സ്വർണമയമായ അണ്ഡമുണ്ടല്ലോ, കോസ്മിക് എഗ്, അതങ്ങനെ കിടന്നു. ആ ജലത്തിൽ അങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്താ ചെയ്തത്? ഇന്ദ്രിയങ്ങളെയും പഞ്ചഭൂതങ്ങളെയും കൂടെ കൂട്ടിയിണക്കി തൻ്റെ ശക്തി അതിലേക്ക് പ്രവഹിച്ചപ്പോൾ അതൊരു വലിയ സ്വർണമയമായ അണ്ഡമായി മാറി. മുട്ടയുടെ ആകൃതിയുള്ള ഒരു അണ്ഡമായിട്ടങ്ങ് മാറി. അപ്പൊ ആ അണ്ഡം 1000 സംവത്സരം ജലത്തിലങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ 1000 സംവത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ഭഗവാൻ അതിനെ 2ആയിട്ട് ഭേദിച്ചു. അങ്ങനെ ഭേദിച്ചിട്ട് ഭഗവാൻ ഒരു ശരീരം അങ്ങോട്ട് കൈക്കൊണ്ടു. ആ ശരീരമെന്ന് പറഞ്ഞാൽ 14 ലോകങ്ങളും ഉൾക്കൊള്ളുന്ന ശരീരം. ആ ശരീരത്തിനകത്ത് നിരവധി കൈകളും നിരവധി ശിരസ്സുകളും നിരവധി മറ്റവയവങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ 14 ലോകങ്ങളെയും ഉൾക്കൊള്ളുന്ന അനേകം ശിരസ്സുകളുള്ള അനേകം കൈകളും കാലുകളുമുള്ള ആ ശരീരമുണ്ടല്ലോ, ആ ശരീരം വിരാട് രൂപമെന്നറിയപ്പെടുന്നു. അപ്പോൾ ഭഗവാന്റെ ശരീരം, ഭഗവാന്റെ വിരാട് രൂപത്തിൽ 14 ലോകങ്ങളങ്ങനെ തിളങ്ങുകയാണ്. അതാണ് 14 ലോകങ്ങളും. 14 ലോകങ്ങളും കണ്ണൻ്റെ വായിൽ കണ്ടു എന്ന് നമ്മൾ പറയത്തില്ലേ? അതായത് 7 ഉന്നതതല ലോകം, 7 അധോലോകങ്ങൾ. ഈ 14 ലോകങ്ങൾ ഏതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. യശോദാമ്മ ഉണ്ണിക്കണ്ണൻ്റെ വായിൽ നിന്ന് മണ്ണ് നീക്കിയപ്പോൾ 14 ലോകങ്ങളും ആ വായ്ക്കകത്ത് കണ്ടു. അത് ഏതൊക്കെയാണ്? ഒന്ന്, അതായത് ഉയർന്ന തലത്തിലുള്ള ഒന്ന് ഭൂലോകം. ഭൂലോകം എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന ഈ ലോകം. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വർണമയമായ അണ്ഡത്തെ പൊട്ടിച്ചിട്ട് അതിൽ നിന്ന് 14 ലോകം വന്നു. അതിലെ ഒന്നാമത്തെ ലോകമാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി വരുന്നുണ്ടല്ലോ. ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വർണ്ണ മുട്ടയുണ്ടല്ലോ, മുട്ടയെന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിമുട്ടയുടെ ആകൃതി വിചാരിക്കരുത്. ഈ പ്രപഞ്ചം മുഴുവൻ ഉൾക്കൊള്ളുന്ന അത്ര വലിപ്പമുള്ള അതിനെ മുറിച്ചിട്ട് അതിൽ നിന്ന് ആദ്യം ആര് വരുന്നു? ഭൂലോകം, നമ്മുടെ ഭൂമി. ആദ്യം വന്നതല്ല, അതിൽ നിന്ന് 14 ലോകങ്ങൾ വന്നതിൽ ഒന്ന് ഭൂലോകം. ഇവിടെയാണ് മനുഷ്യരും മൃഗങ്ങളും മറ്റ് ജീവജാലങ്ങളും ഒക്കെ താമസിക്കുന്നത്. അത് കഴിഞ്ഞ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അടുത്ത ലോകം ഭുവർലോകം. ഈ ഭുവർലോകമാണ് പിതൃലോകം എന്നറിയപ്പെടുന്നത്. ഇത് ശരിക്കും ഭൂമിയുടെയും സൂര്യൻ്റെയും ഇടയിലുള്ള ഒരു ഭാഗമാണ്. അർദ്ധദൈവങ്ങളും ജീവജാലങ്ങളുമൊക്കെ പിതൃലോകത്താണ് വസിക്കുന്നത്. അപ്പം അതാണ് പിതൃലോകം, അതായത് ഭുവർലോകം. ഇനി മൂന്നാമത് ഭഗവാൻ സ്വർഗലോകം സൃഷ്ടിച്ചു. സാക്ഷാൽ ദേവേന്ദ്രന്റെ വാസസ്ഥലം. സ്വർഗലോകം എന്ന് പറഞ്ഞാൽ സൂര്യൻ മുതൽ ധ്രുവനക്ഷത്രം വരെയുള്ള ഭാഗം. നമ്മുടെ നമ്മൾ വിശ്വസിക്കുന്ന എല്ലാ ഹിന്ദു ദൈവങ്ങളും വസിക്കുന്നത് ഈ സ്വർഗലോകത്താണ്.
അത് മാത്രവുമല്ല, ഗന്ധർവന്മാരും ഇല്ലേ, അപ്സരസുകളും എല്ലാം വസിക്കുന്നത് എവിടാണ്? സ്വർഗ ലോകത്താണ് വസിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ സുഖ സൗകര്യത്തിൻ്റെ ഒരു കേന്ദ്രമാണ് ആരെന്ന് പറയുന്നത്? സ്വർഗലോകമെന്ന് പറയുന്നത്. അടുത്തത് നാലാമത്തത് മഹർ ലോകമാണ്. ഈ മഹർ ലോകത്തിൽ ഋഷിമാര്, സന്യാസിമാര്, വലിയ വലിയ യോഗികളൊക്കെയാണ് താമസിക്കുന്നത്. നമുക്ക് എന്നും കുന്നും നിനക്ക് 16 വയസ്സായിരിക്കട്ടെ എന്ന് ശിവഭഗവാൻ അനുഗ്രഹിച്ച മാർക്കണ്ഡേയൻ വസിക്കുന്നതും മഹർലോകത്തിലാണ്. അത് വളരെ ഉയർന്ന ലോകമാണ്. ഏതെന്ന് പറയുന്നത്? ഈ മഹർലോകമെന്ന് പറയുന്നത്. ഇനി അടുത്തത് 5 ജനലോകമാണ്. ഈ ജനലോകമെന്ന് പറഞ്ഞാൽ അവിടെയാണ് ബ്രഹ്മാവിൻ്റെ പുത്രന്മാര് വസിക്കുന്ന സ്ഥലം. ആത്മീയമായി ഉയർന്ന നിലയിലുള്ളവരും ശുദ്ധാത്മാക്കളുമാണ് ജനലോകത്ത് താമസിക്കുന്നത്. 6 തപലോകം, തപസ്ലോകം, തപർലോകം എന്നിങ്ങനെ 3 തരത്തിൽ ഇതിനെക്കുറിച്ച് ആളുകൾ പറയാറുണ്ട്. ചിലർ തപസ്ലോകം എന്ന് പറയും, ചിലർ തപർലോകം എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ തപർലോകം സനത് കുമാരന്മാരും ദേവദാസികളും താമസിക്കുന്നവരാണ്. അവിടെ ലൗകിക വിരക്തികൾ വന്നവരാണ് അവിടെ ഉള്ളത്. ഇനി സത്യലോകം. സത്യലോകം എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ബ്രഹ്മാവ് വസിക്കുന്നത്. ബ്രഹ്മാവിൻ്റെ ലോകമാണിത്. ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ലോകമാണിത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ജനന മരണ ചക്രങ്ങളൊക്കെ തുടങ്ങുന്നത്. ഇവിടെയാണ് തുടങ്ങുന്നത്. കാരണം ബ്രഹ്മാവാണല്ലോ സൃഷ്ടിയുടേത്. ഇത്രയുമാണ് 7 ഉയർന്ന ലോകങ്ങൾ. ഇനി അധോലോകങ്ങൾ 7 താഴ്ന്ന, അതായത് ഉയർന്ന നിലയിൽ സൃഷ്ടിച്ച 7. ഇനി ഭൂമിക്കും താഴെയായിട്ട് 7 എണ്ണം. മനസ്സിലായില്ലേ? ഏറ്റവും ഉയർന്നത് സത്യലോകം, അവിടുന്ന് 1 by 1 ആയിട്ട് വന്ന് ലാസ്റ്റ് ഭൂലോകം. ഇനി ഭൂലോകത്തിനും താഴെയായിട്ട് അടുത്തത് അധോലോകമാണ്. അധോലോകത്തിൽ 1ാമത്തതിനെ അധല ലോകമെന്ന് വിളിക്കുന്നു. ഇവിടെയാണ് മയന്റെ പുത്രനായ ബാലയാണ് ഈ ലോകം ഭരിക്കുന്നത്. ആഡംബര ജീവിതം നയിക്കുന്നവരാണ് അധല ലോകത്തിലുള്ളത്. 2 വിതല ലോകമാണ്. ഇപ്പൊ മനസ്സിലായല്ലോ? ഭൂമിക്കടിയിലേക്ക്, ഭൂമിക്കും താഴെയുള്ള ലോകമാണ്. അതാണ് അധോലോകം. വിതല ലോകത്ത് പരമശിവന്റെ അംശമായ ഹരഭവനാണ് അവിടെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. ഈ വിതല ലോകത്താണ് സ്വർണ്ണ ഖനികളുള്ളത്. ഇപ്പം നമ്മൾ ഭൂമി കുഴിച്ച് ചെന്നല്ലേ ഈ സ്വർണം എടുക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ സ്വർണ്ണ ഖനികളുള്ളത് വിതല ലോകത്താണ്. അതിൻ്റെ മുഴുവൻ നിയന്ത്രണവും പരമശിവ ഭഗവാന്റെ ഒരംശ അവതാരത്തിനാണെന്നറിയുക. അവിടെ താമസിക്കുന്ന ജനങ്ങൾ ഈ സ്വർണം കൊണ്ട് അവിടെയൊക്കെ അലങ്കരിച്ചിരിക്കുന്നു. ഇനി 3ാമത്തതോ സുതല ലോകമാണ്. ഇവിടെയാണ് മഹാബലി, ഭക്തനായ മഹാബലിയുടെ ലോകം. ഇവിടേക്കാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ വാമനാവതാരം എടുത്തിട്ട് മഹാബലിയെ പറഞ്ഞയച്ചത്. ഇവിടെ നമ്മുടെ ഇടയിൽ ആൾക്കാർ പറയുന്നത് മഹാബലിയെ ചവിട്ടി താഴ്ത്തി പാതാളത്തിലേക്കെന്നാണ്. അത് അറിവില്ലായ്മയാണ്. മഹാബലിക്ക് താൻ ദാനശീലനാണെന്ന് ഒരു ചെറിയ അഹങ്കാരം ഉണ്ടായിരുന്നു. ആ അഹങ്കാരവും കൂടെ ഇല്ലാതാക്കി അവന് മുക്തി കൊടുക്കാൻ ഭഗവാൻ തീരുമാനിക്കുകയും അങ്ങനെ 3ാമത്തെ ചുവടളക്കാനില്ലാതെ വന്നപ്പോഴാണ് ഭഗവാൻ അവൻ ശിരസ് കുനിച്ചു. മഹാബലി അഹന്ത തീർന്നു. അപ്പൊ അവനെ അനുഗ്രഹിക്കുകയാണ്. അനുഗ്രഹിച്ചിട്ട് തൻ്റെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹിച്ചിട്ട് എന്ത് ചെയ്യുകയാണ്? ഈ ലോകത്തിലേക്ക്, സുതല ലോകത്തിലേക്ക് വിട്ടിട്ട് ഇത്ര മന്വന്തരം കഴിയുമ്പോൾ നീ ദേവേന്ദ്രനാകുമെന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇനിയെങ്കിലും വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്ന് പറയരുത്. 4ാമത്തത് തലാതല യോഗം. ഇതാണ് നമ്മുടെ അസുര ശില്പിയായിട്ടുള്ള മയന്റെ ലോകമാണ് തലാതല യോഗം. മന്ത്രവാദത്തിൽ അഗ്രഗണ്യനാണ് ഈ മയൻ. ഈ മയനെ പണ്ട് ശിവൻ ത്രിപുരാന്തകനായി വന്ന് മയന്റെ 3 നഗരങ്ങളെ നശിപ്പിച്ചതാണ്. പിന്നീട് ഭഗവാൻ മയനെ ഇതിൻ്റെ അധിപനാക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു. ഇനി 5ാമത്തത് മഹാതല ലോകമാണ്.
ഇവിടെയാണ് നാഗങ്ങളും സർപ്പങ്ങളുമൊക്കെ വസിക്കുന്നത്. നമ്മുടെ കഥകളിലും സിനിമകളിലുമൊക്കെ പകുതി മനുഷ്യരൂപമായിട്ടും പകുതി സർപ്പരൂപവുമായിട്ട് ഇതിനെ കാണിക്കുന്നുണ്ട്. സത്യം എന്താണെന്ന് അറിയില്ല. എന്തായാലും നാഗങ്ങളും സർപ്പങ്ങളുമൊക്കെ വസിക്കുന്ന സ്ഥലമാണ്. ഇവിടെയാണ് നമ്മുടെ തക്ഷകനും നമ്മുടെ കാളിയനും അനന്തനാഗവുമൊക്കെ വസിക്കുന്നത്. പിന്നെ രസതല ലോകമാണ്. അവിടെയാണ് രാക്ഷസന്മാരും അസുരന്മാരുമൊക്കെ വസിക്കുന്നത്. അതായത് കശ്യപന്റെ ഭാര്യ ധനുവിൻ്റെ പിൻഗാമികളാണ്. കശ്യപന്റെയും ഭാര്യ ധനുവിൻ്റെയും പിൻഗാമികളാണ് ഇവർ. ദാനവര്, ദൈത്യര് എന്നറിയപ്പെടുന്നു. അപ്പം രാക്ഷസന്മാരുടെയും അസുരന്മാരുടെയും ലോകമാണ്. ഏഴാമത്തതാണ് പാതാള ലോകമെന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും താഴ്ന്ന ലോകം. ഏറ്റവും മേളിൽ സത്യലോകം. പിന്നെ അത് 1 by 1 ആയിട്ട് വന്ന് ഏറ്റവും ഉയർന്ന ലോകത്തിലെ താഴെ ഭൂമി. പിന്നെ ഭൂമിക്കും താഴെ ഉള്ളതാണ് അധോലോകം. അധോലോകത്തിൽ ഏറ്റവും താഴെ പാതാള ലോകം. ഇതിനെയാണ് നാഗലോകം എന്ന് വിളിക്കും. ശിവന്റെ കഴുത്തിൽ ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുന്ന വസുകി ഭരിക്കുന്നത് എവിടെയാണ്? ഈ പാതാള ലോകത്തിലാണ്. പാതാള ലോകത്തിലാണ് വസുകി ഭരിക്കുന്നത്. അവിടെ അനേകം പത്തികളുള്ള സർപ്പമുണ്ട്. ഓരോ പത്തിയിലും തിളങ്ങുന്ന രത്നമുണ്ട്. ആ രത്നത്തിന്റെ പ്രഭയിൽ പാതാള ലോകം വെട്ടിത്തിളങ്ങുന്നു എന്നാണ് പറയുന്നത്. ഈ 14 ലോകങ്ങളും ഭഗവാന്റെ ദേഹത്ത് കാണാം. 14 ലോകങ്ങളും വഹിക്കുന്നവനാണ് ശ്രീകൃഷ്ണൻ. ആ രൂപത്തെയാണ് ഈ ഞാൻ ഇപ്പൊ പറഞ്ഞ ഈരേഴ് 14 ലോകം എന്ന് പറഞ്ഞാൽ ഈരേഴ് 14 അണ്ഡങ്ങളും ആ അണ്ഡത്തിൽ താമസിക്കുന്ന സകല ജീവജാലങ്ങളും ഭഗവാന്റെ ദേഹത്ത് കാണാം. അതിനെയാണ് വിരാട് രൂപമെന്ന് പറയുന്നത്. ഇതാണ് രണ്ടാമത്തെ വരി പറയുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ വരിയിലേക്ക് വരാം. എന്താ മൂന്നാമത്തെ വരി? സാഹസ്രൈ കരപാദ മൂർത്ത നിവഹൈർ നിശേഷ ജീവാത്മകോ. അപ്പൊ നോക്കേ, സാഹസ്രൈ, സാഹസ്രൈ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന്, കരപാദ കൈകളും പാദങ്ങളും, കരപാദ എന്ന് പറഞ്ഞാൽ കൈകളും പാദങ്ങളും, മൂർധനിവഹൈ, മൂർധനിവൈ എന്ന് പറഞ്ഞാൽ ശിരസ്സുകളുമുള്ളവനായി, നിശേഷ ജീവാത്മക സകല ജീവ സമൂഹങ്ങളോടും കൂടിയവനായിട്ട് എന്നാണ് മൂന്നാമത്തെ വരിയുടെ അർത്ഥം. അതായത് ഇവിടെ ഭഗവാന്റെ വിരാട് രൂപത്തെ വർണ്ണിക്കുകയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വിരാട് രൂപത്തെക്കുറിച്ച് പറയുകയാണ്. ഭഗവാന് ഇല്ലേ, അതായത് ഭഗവാൻ നിർമ്മിച്ച സ്വർണ്ണ നിറത്തിലുള്ള അണ്ഡത്തെ ഭേദിച്ചുകൊണ്ട് വിരാട് പുരുഷ രൂപം സ്വീകരിച്ചു. ആ രൂപത്തിൽ ഭഗവാന് എണ്ണിയാലൊടുങ്ങാത്ത രൂപങ്ങള്, എണ്ണിയാലൊടുങ്ങാത്ത കണ്ണുകള്, എണ്ണിയാലൊടുങ്ങാത്ത മുഖങ്ങള്, ആയിരക്കണക്കിന് സഹസ്രമായിട്ടുള്ള വായുകള്, കൈകള്, പ്രപഞ്ചത്തിലെ സർവ്വ ജീവജാലങ്ങളെയും ഉൾക്കൊള്ളുന്ന അസാധാരണമായ അത്ഭുതകരമായ രൂപം. എന്തൊക്കെയാണ് ഭഗവാനെ ആ വിരാട് രൂപത്തിൽ കാണുന്നത്? ശാന്തരൂപം, കോപരൂപം, സൗമ്യമായ രൂപം, തുടക്കവും ഒടുക്കവും ഒന്നുമില്ല. ശാന്തമൃഗങ്ങള്, ഘോരമൃഗങ്ങള്, നദികള്, പർവ്വതങ്ങള്, ഇഴജന്തുക്കള്. ഭഗവാനേ കൃഷ്ണ കൃഷ്ണ, അങ്ങയുടെ വിരാട് രൂപത്തിൽ എന്തൊക്കെയാണ് ഞങ്ങൾ കാണുന്നത്? ദേവന്മാര്, അസുരന്മാര്, കിന്നരന്മാര്, ഗന്ധർവന്മാര്, അപ്സരസുകള്. ഭഗവാനേ കോടാനുകോടി നക്ഷത്ര സമൂഹങ്ങള് ഭഗവാന്റെ ദേഹത്ത് വിരാട് രൂപത്തിൽ കാണുകയാണ്. രാധേ രാധേ പ്രേക്ഷകരെ, രാധേ രാധേ പ്രേക്ഷകരെ, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വിരാട് രൂപത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ നിരവധി സൂര്യന്മാര്, നിരവധി ചന്ദ്രന്മാര്, നിരവധി ബ്രഹ്മാവ്, നിരവധി വിഷ്ണു, എണ്ണിയാലൊടുങ്ങാത്ത ശിവന്മാര്, നിരവധി ഇന്ദ്രന്മാര്, നിരവധി നാഗങ്ങള്,
ഘോര സർപ്പങ്ങള്, ആളിക്കത്തുന്ന തീ, ഇളകി മറിയുന്ന കടല്, പ്രക്ഷുബ്ധമായ കടല്, കോടാനുകോടി ഗോക്കള്, ഈ 14 ലോകങ്ങള്, ശ്രീരാമചന്ദ്രൻ, സീതാദേവി, പരശുരാമൻ, വരാഹം, നരസിംഹം, വാമനൻ, ബലരാമൻ, അനന്തൻ, ഭഗവാനേ ഭഗവാനേ ഭഗവാനേ, പ്രപഞ്ചം മുഴുവനും ശരീരം പൂണ്ടു വിലസുന്ന അസുലഭ കാഴ്ച, അസുലഭ രൂപം, വിരാട് രൂപം, കൃഷ്ണ 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 കൃഷ്ണ, ഗോവിന്ദ മുരാരേ, രാധികാ വല്ലഭ. എന്തത്ഭുതമാണ് ഈ കാണുന്നത്! എത്ര ശിരസുകൾ ഭഗവാനേ, എത്ര കണ്ണുകൾ ഭഗവാനേ, എത്ര നക്ഷത്രങ്ങൾ, എത്ര ചന്ദ്രന്മാർ, എത്ര സൂര്യന്മാർ ഭഗവാനേ, എത്ര മൃഗങ്ങൾ, എത്ര സർപ്പങ്ങൾ, എത്ര ഇഴജന്തുക്കൾ, എത്ര വിഷ്ണുമാർ, എത്ര ബ്രഹ്മാവ്, എത്ര സരസ്വതി, എത്ര ദേവിമാർ, എത്ര ലക്ഷ്മിമാർ, എത്ര ശിവന്മാർ, എത്ര ഗോക്കള്. അങ്ങനെ എന്തൊക്കെയാണ് കാണുന്നത് ഭഗവാനേ ഭഗവാനേ, കൃഷ്ണ, രാധികാ വല്ലഭ, വിരാട് സ്വരൂപം ഒരിക്കലെങ്കിലും ഒന്ന് കാട്ടിത്തരണേ പ്രാണനെടുക്കുന്നതിന് മുമ്പ്. കൃഷ്ണ കൃഷ്ണ, ഞങ്ങൾ ആ വിരാട് രൂപത്തെ നാം നമിക്കുന്നു. നാരായണ നാരായണ നാരായണ. ഇനി നമുക്ക് 4ാമത്തെ വരിയിലേക്ക് വരാം. നിർബാധോ അസി മരുത്പുരാധിപസമാം ത്രായസ്വ സർവാമയാത്. നിർബാധോ അസി, നിന്തിരുവടി പ്രകാശിക്കുകയാണ്. മരുത്പുരാധിപ, ഗുരുവായൂരപ്പ, സമാം, അങ്ങനെ എന്നെ ത്രായസ്വ, എന്നെ രക്ഷിച്ചാലും ഭഗവാനേ, സർവാമയത്, എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണേ. കവിയുടെ പ്രാർത്ഥനയാണ്. വിരാട് രൂപത്തിൽ ശോഭിക്കുന്ന അല്ലയോ ഗുരുവായൂരപ്പ, എല്ലാ രോഗങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണേ, രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കണേ. രോഗം കൊണ്ട് വലഞ്ഞ ഭട്ടതിരിപ്പാടിൻ്റെ കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് ഈ 4ാമത്തെ വരി. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, രാധേ രാധേ ചാനലുകാരെ, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് സമ്പത്ത് ലഭിക്കാനല്ല, രോഗങ്ങൾ വരാതെ കാത്തുകൊള്ളണേ എന്നതാണ്. നിങ്ങൾ കോടീശ്വരനായിട്ട് എന്താ കാര്യം? ഒരു മാറാരോഗം വന്നാൽ എന്തു ചെയ്യും? ആലോചിച്ച് നോക്ക്. കോടാനുകോടിയുണ്ട്, ഇട്ടുമൂടാൻ പണമുണ്ട്. അമേരിക്കയിലോ ലണ്ടനിലോ എവിടെയും കൊണ്ടുപോയി ചികിത്സിക്കാം. പക്ഷേ ഡോക്ടർ പറയുന്നു ഒരു മാറാരോഗം, ഇനി 5 മാസം അല്ലെങ്കിൽ 6 മാസം. എന്ത് ചെയ്യാൻ പറ്റും? ആരോഗ്യമാണ് ധനം. രോഗമില്ലാതെ ജീവിച്ചു മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോരുത്തരും നാരായണീയം കേൾക്കണം. അതാണ് ശ്രവണമെന്ന് പറയുന്നത്. നിത്യവും നാരായണീയം അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ഭട്ടതിരിക്കൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം. കൃഷ്ണ കൃഷ്ണ, രോഗങ്ങൾ വരാതെ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. കൃഷ്ണ, രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കാൻ കഴിയുന്ന ഒരേ ഒരു ഭഗവാൻ ശ്രീകൃഷ്ണനാണേ. ഭഗവാനേ, രോഗങ്ങൾ വരുത്തല്ലേ, മറ്റൊന്നും വേണ്ട ഭഗവാനേ. രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കണേ. പൊന്നു ഗുരുവായൂരപ്പ, എൻ്റെ കൃഷ്ണ, ഞങ്ങൾക്ക് രോഗം വരല്ലേ. ഒടുവിൽ മരണമടുക്കാറാകുമ്പോൾ നാവിൽ നാരായണ നാമം വരാൻ അനുഗ്രഹിക്കണേ. പൊന്നു കൃഷ്ണ, ഞങ്ങൾക്ക് ധനം വേണ്ട, ഞങ്ങൾക്ക് മറ്റൊന്നും വേണ്ട. രോഗം വരുത്തല്ലേ ഭഗവാനെ, എവിടെയും കിടത്തല്ലേ ഭഗവാനെ, എവിടെയും ഞങ്ങളെ കിടത്തല്ലേ. അങ്ങനെ കിടന്ന് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കല്ലേ ഭഗവാനെ. അനായാസ മരണം തരണേ. മരണം വരെയും മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാൻ അനുഗ്രഹിക്കണേ. മരണശേഷം അവിടുത്തെ ദർശനം തരണേ. പൊന്നു ഗുരുവായൂരപ്പ, എനിക്കും എൻ്റെ രാധേ രാധേ ചാനലിൽ ഈ നാരായണീയം കാണുന്ന ഓരോരുത്തർക്കും രോഗം വരുത്തല്ലേ ഭഗവാനെ. പൊന്നു ഗുരുവായൂരപ്പ,
പൊന്നു ഗുരുവായൂരപ്പ രോഗം വരുത്തല്ലേ, എവിടെയും കിടത്തല്ലേ ഭഗവാനെ, എവിടെയും കിടത്താതെ മരണസമയം അടുക്കുമ്പോൾ ഈ നാവില് നാരായണ നാമം എഴുതിത്തരണേ. ആ നാരായണ നാമം ഉച്ചരിച്ച് ഞങ്ങൾ ജീവൻ വെടിയട്ട് ഭഗവാനെ, നാരായണ നാമം ഉച്ചരിച്ച് ജീവൻ വെടിയട്ട് ഭഗവാനെ. തളരുമ്പോൾ ആത്മാവാം പശുവേ നിന്നാവിൽ അമൃതം പോലൂറിയിടുക നാരായണ നാമം, ഹരിനാരായണ നാമം. തളരുമ്പോൾ ആത്മാവാം പശുവേ നിന്നാവിൽ അമൃതം പോലൂറിയിടുക നാരായണ നാമം, ഹരിനാരായണ നാമം, ഹരിനാരായണ നാമം, ഹരിനാരായണ നാമം, ഹരിനാരായണ നാമം. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.